അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സഫീന താത്തയുടെ കഥയാണ്. സഫീന താത്ത എന്ന് വിളിക്കാൻ ആണ് ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതുവരെയും നമുക്കൊക്കെ പറയാവുന്നത് പോലെ തന്നെ സഫീന താത്ത അല്ലെങ്കിൽ സഫീന ബീവി അവരുടെ പ്രവാചകനെതിരായിട്ടുള്ള വ്ളോഗുകൾ കണ്ട ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ അതികഠിനമായിട്ട് അവർ വെറുത്തിരുന്നു, അല്ലെങ്കിൽ വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ചാനലുകളിൽ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാനിവിടെ വെക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജാമ്യത നമ്മൾ പറയുമല്ലോ, തൊടുത്ത് ചാരിയാൽ ചാണം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞാൽ അതൊരു സൗഹൃദത്തിൻ്റെ പഴയ കാലത്ത് തന്നെ സാധാരണക്കാർ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് ജാമ്യതയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ഈ പറയുന്ന സഫീന ബീവി കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഭൗതികമായ ധാരാളം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂഹമൊക്കെ എങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മാത്രം പഠനം നിർത്തിയിട്ട് പിന്നീട് അവർ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കാണ് ശ്രദ്ധ പതിപ്പിക്കുക. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ സഫീന താത്ത അല്ലെങ്കിൽ സഫീന ബീവി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. തീർച്ചയായിട്ടും അവർ ഒരു നേരെ ചൊവ്വയുള്ള ഒരു സ്ട്രൈറ്റ് പാത്തായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ സഫീന ബീവി. അതോടൊപ്പം തന്നെ ജാമിദയും ആരിഫും ലിയാഖത്തുമൊക്കെ ലക്ഷ്യമാക്കുന്നത് തികഞ്ഞ കാപഢ്യം പുലർത്തുന്ന തികഞ്ഞ എന്താ പറയുക കൃമികൾ മനുഷ്യരിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വത്തീനി വസൈത്തൂൻ തൂരി സിനീന വഹാദൽ ബലദൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. വളരെ നല്ല രീതിയിൽ, നല്ല ശരീരഘടനയിൽ, നല്ല ശബ്ദം നൽകി, നല്ല ആകാരം നൽകി, നോക്ക്, നല്ല എല്ലാ മറ്റു ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മനുഷ്യർക്ക് നൽകി മാത്രമേ ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അതോടൊപ്പം തന്നെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ അതുണ്ടെങ്കിലും അത് അവർക്കിടയിൽ അത് വളരെ മൗനമായിട്ട് നിശബ്ദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ മനുഷ്യരിൽ അങ്ങനെയല്ല. അവിടെ കമ്മ്യൂണിക്കേഷൻ വഴി ലോകത്ത് എല്ലാവിധ സംഗതികളും നടക്കുന്നത് അവരുടെ സംസാരം, അവരുടെ ഇടപെടലുകൾ, അവരുടെ വാർത്താവിനിമയങ്ങൾ അത് പങ്കുവെക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിലിരുന്ന്, വിവിധ ഭാഗങ്ങളിലിരുന്ന് അവരുടെ സംസാരം, അതാണ് സംസാരം വെള്ളിയാകുകയും സംസാരം മൗനം സ്വർണ്ണമാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഗോൾഡ് ഈസ് എന്താ പറയുക, സൈലൻ്റ് ഈസ് ഗോൾഡ്. അതോടൊപ്പം സ്പീച്ച് ഈസ് സിൽവർ. അത് എവിടെയാണ് ഈ പറയുന്ന ലിയാഖത്തിൻ്റെയും ജാമ്യതയുടെയും ആ സ്പീച്ച് യഥാർത്ഥത്തിൽ സിൽവർ പോലെ അഥവാ തിരച്ചു താന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ അധമന്മാർക്കെതിരെ ശക്തിമത്തായിട്ട് വളരെ ചങ്കൂറ്റത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് നോക്കണം, തല ഉയർത്തി നിന്ന് അവരോട് പ്രതികരിക്കാൻ കഴിവുള്ള, അതേ ഭാഷയിൽ അതേ നാണയത്തിൻ്റെ മറുപടി കൊടുക്കാൻ കഴിവുള്ള ഒരു ഉത്കൃഷ്ട വ്യക്തി ഗുണമുള്ള ഒരു വ്യക്തിത്വമാണ് സഫീന ബീബി. ഞാൻ പറഞ്ഞില്ലേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശിരസ് എടുക്കുന്നതിന് വേണ്ടി ദാറുൽ നദ്വത്തിൽ നിന്ന് 2 പേരെ നിയോഗിച്ചതിൽ നോക്കണം, അബൂ ലഹബ് എന്ന് പറയുന്ന അബൂൽ അക്കം എന്ന് പറയുന്ന അബൂ ജഹലാണ് പ്രവാചകൻ്റെ ശിരസെടുക്കുന്നതിന് വേണ്ടി ആദ്യമായി രംഗത്ത് വന്നത്. പക്ഷേ അതിൽ പരാജയപ്പെട്ട അബുൽ ഹക്കം എന്ന അബൂ ജഹൽ പിന്തിരിഞ്ഞപ്പോൾ പിന്നീട് ദാറുൻ നദുവത്തിൽ നിന്ന് കണ്ടെത്തിയ അതിന് യോഗ്യനായ ഒരു ക്രിമിനലായിരുന്നു യഥാർത്ഥത്തിൽ മഹാനായ ഉമർ ഫാറൂഖ്. നോക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. കാരണം സമൂഹത്തിൽ നിന്നുള്ള പ്രചരണങ്ങളുടെ വഴി, സമൂഹത്തിൽ നിന്നുള്ള നുണപ്രചരണങ്ങൾ വഴി പ്രവാചകനെക്കുറിച്ച് അന്ധമായി തെറ്റിദ്ധരിച്ച ഒരാളായിരുന്നു ഉമർ. പക്ഷേ മറ്റു വ്യക്തികളിൽ നിന്ന് സ്ട്രൈറ്റ് പാത്തുള്ള, ഹൃദയത്തിന് വിശാലമുള്ള, ഒരു മഹൽ ഗുണമുള്ള, നീതിബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ. അതുകൊണ്ടാണ് ആ ഉമറിന് ഹിദായത്ത് ലഭിച്ചത്. ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ വാക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന്, താഹാമ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ക എന്ന ഒരു വേർഡ് പരിശുദ്ധ ഖുർആന്റെ പാരായണം തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ സഹോദരി പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ്റെ അടുക്കലേക്ക് വിനയാന്വിതനായിട്ട് പോവുകയാണ്. അപ്പോൾ ഹിദായത്ത് എങ്ങനെയാണത് കിട്ടുക? കൊള്ളക്കാരനും തമ്മാടിയും ഏറ്റവും മോശപ്പെട്ടവനുമായ ക്രിമിനലുമായിരുന്നു യഥാർത്ഥത്തിൽ ഉമർ. പക്ഷേ അദ്ദേഹത്തിന് സ്ട്രൈറ്റ് പാത്തുണ്ട്.
അഥവാ നേരെ ചൊവ്വയുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ നിന്ദിച്ചതാണ്. പ്രവാചകനെ ഞാൻ ഇത്ര നിന്ദിച്ചിട്ടില്ല, പ്രവാചകനെ ഇത്രയേറെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജാമിദ മുസ്ലിമീങ്ങളെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ജാമിദയുടെ മകൾ പ്രായം തികഞ്ഞു വരികയാണ്, വിവാഹാലോചന തകൃതിയായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ എത്തിപ്പെട്ടിട്ടുള്ള യുക്തിവാദം, താൻ എത്തിപ്പെട്ടിട്ടുള്ള നിരീശ്വരവാദത്തിലും ആ സ്ത്രീ കാപട്യം പുലർത്തുന്നുണ്ട്. തികച്ചും അവർ സത്യസന്ധതയോടെ അല്ല അവിടെ യുക്തിവാദം പ്രചരിപ്പിക്കുന്നത്, മറിച്ച് പ്രവാചകനെയും പരിശുദ്ധ ഖുർആനെയും ഈ 300ഓളം കോടി വരുന്ന മുസ്ലിങ്ങളെയും പ്രകോപിപ്പിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കി കാണാൻ. സാധാരണ രീതിയിൽ നമ്മളൊക്കെ ഒരാളെ ചീത്ത പറഞ്ഞാൽ, ഒരാളെ പ്രകോപിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? അയാൾ തിരിച്ചും ഇങ്ങോട്ട് പ്രകോപിപ്പിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആരെയും പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിക്കുന്നവനാണ് അതിൻ്റെ ഏറ്റവും വലിയ തെറ്റുകാരൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ നിയമം കർശനമല്ലാത്തത് കൊണ്ട് 300 കോടി ജനങ്ങൾ പരസ്യമായും അതിലേറെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയുമുള്ള ആ പ്രവാചകനെ ഇത്രയേറെ ശക്തിമത്തായിട്ട് നിന്ദിച്ചിട്ട് ഇതുവരെയും ഒരു കേസ് പോലും ഈ പിണറായിയുടെ പോലീസ് എടുത്തിട്ട് പോലുമില്ല. എത്രയോ പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെയും അതോടൊപ്പം തന്നെ ആരിഫിൻ്റെയും ലിയാഖത്തിൻ്റെയും ഒക്കെ വ്ളോഗുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു 300 കോടി ജനങ്ങളുടെ ഹൃദയത്തിലേറ്റിയ ആ വ്യക്തിത്വത്തെ ഇത്രയേറെ അവഹേളിച്ചിട്ട്, ഇത്രയേറെ നിന്ദിച്ചിട്ട് അവർ നേരം പുലർന്നാൽ പിന്നീട് ഉറങ്ങുവോളം അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ 2 മണിക്കൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത് എന്നാണ് ഈ ലിയാഖത്തും ഈ ആരിഫും ഈ ജാമിദയും പറയുന്നത്. ഒരു ദിവസം നമുക്ക് കാണാൻ കഴിയും ഒരു 24 മണിക്കൂറിൽ ഒരു 23-22 വ്ളോഗുകൾ ഈ സ്ത്രീ ചെയ്യുന്നുണ്ട്. വല്ലതിനും റീച്ചൊന്നും കിട്ടുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് എന്താ അവളുടെ പ്രധാന ലക്ഷ്യം? ഇപ്പോൾ അവളുടെ വരുമാനം നിലച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരിഫിൻ്റെയും വരുമാനം നിലച്ചിരിക്കുന്ന മട്ടാണ്. പക്ഷേ ഭരണകൂടം അത് തടയിടേണ്ടതുണ്ടായിരുന്നു, നിയമങ്ങൾ അതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ടായിരുന്നു. അതാണ് സഫീന ബീവി ശക്തമത്തായിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ മുസ്ലിങ്ങളെ, നിങ്ങൾ ഇതിനെതിരെ ശക്തിമത്തായിട്ട് രംഗത്ത് വരൂ. ഒരു ചെറിയ ഹെൽമറ്റ് ഇല്ലെങ്കിൽ അതിന് കേസെടുക്കുന്ന പോലീസ്, FIR ഇടുന്ന പോലീസ്, ഓരോ വകുപ്പുകൾ ഭരണഘടനയിൽ തെരഞ്ഞു പിടിക്കുന്ന നിയമവിദഗ്ധന്മാരൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. എന്നിട്ട് പോലും ഈ ജാമിദക്കെതിരെ, ഈ ആരിഫിനെതിരെ ഒരു വലിയ സമൂഹത്തെ നിന്ദിച്ച് അവരുടെ ഹൃദയത്തിലേറ്റിയ ആ പ്രവാചകനെ അവഹേളിച്ചിട്ട് മറുപടി പറയുന്നില്ല, അവരുടെ ചാനൽ നിർത്തുന്നില്ല, അവർക്കെതിരെ ഒരു കേസുമില്ല. ഞാൻ അതുപോട്ടെ, ആ വിഷയം എന്തോ ആവട്ടെ. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് സഫീന ബീവി, ആ സഫീന ബീവിയെ വളരെ നിന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ട് ജാമിദയും മറ്റും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല. അവർക്കൊരു ഹിദായത്തിൻ്റെ മാർഗം ലഭിച്ചിട്ടുണ്ട്, സ്ട്രൈറ്റ് പാത്താണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നമുക്ക് തട്ടമിട്ട രീതിയിൽ കാണുന്നു, അല്ലേ? പൊട്ടും മറ്റു സൗകര്യം ഒരു ഹൈന്ദവ വേഷത്തിൻ്റെ പേരിലല്ല, അത് ഒരു പൊട്ടുകുത്തി അല്ലെങ്കിൽ കൂടുതൽ അവരുടെ എന്താ പറയുക ശരീരഭാഗങ്ങളൊന്നും വേണ്ടത്ര മറക്കാതെ, അതൊന്നും ഒരു പക്ഷേ അവരുടെ വിവരം വേണ്ടത്ര മതപരമായിട്ട് പഠിക്കാത്തത് കൊണ്ടാവാം. പക്ഷേ അവർ പഠിച്ചാൽ തീർച്ചയായിട്ടും അവർ ഏറ്റവും വലിയ നമ്മേക്കാളും വലിയ കഴിവും ബുദ്ധിയും വൈദഗ്ധ്യവുമുള്ള ഒരു സ്ത്രീയാണ്. നേരെ ചൊവ്വേ പുരുഷനേക്കാൾ നട്ടെല്ല് വളക്കാതെ ഒട്ടനേകം കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നട്ടെല്ല് വളക്കുന്ന പുരുഷന്മാരല്ലേ, നാം പ്രതീക്ഷ അർപ്പിക്കുന്ന സംഘടനകൾ വരെ അവരുടെ താല്പര്യത്തിന് വേണ്ടി നട്ടെല്ല് വളക്കുന്നതും അല്ലേ, നട്ടെല്ലൊടിച്ചിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നട്ടെല്ല് വളക്കാത്ത തിന്മക്കെതിരെ, ഹീനമായ വർത്തമാനങ്ങൾക്കെതിരെ ശക്തിമത്തായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന ഈ സഫീന ബീവി എന്ന മഹിളാരത്നം എന്ന് തന്നെ ഞാൻ പറയും. അത് അവരെ സുഖിപ്പിക്കാനൊന്നും പറയല്ല. ന്യായവും നീതിയും സത്യവും കണ്ടാൽ നമ്മൾ എന്തിനു പറയാതിരിക്കണം? തീർച്ചയായിട്ടും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഈ പറയുന്ന സഫീനക്ക് അർപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് ഈ സംഘികളെയും മുസംഘികളെയും കൃസംഘികളെയും ശക്തിമത്തായിട്ട് നേരിടാനും അതോടൊപ്പം തന്നെ ഈ തികച്ചും നിഷ്ക്രിയരായി നിൽക്കുന്ന ഈ മുസ്ലിങ്ങളെ ഐക്യത്തിൽ കൊണ്ടുവരുവാനും ഈ സഫീന ബീവിയുടെ വ്ളോഗുകൾക്കും എൻ്റെ വ്ളോഗുകൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദാവാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.